നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പറങ്ങോട്ടു നമ്പൂതിരി. ബ്രിട്ടീഷ് മലബാറിൽ പറങ്ങോട്ട് എന്ന ഇല്ലപ്പേരായി ഒരു നമ്പൂരി ഉണ്ടായിരുന്നു. അദ്ദേഹം സകല വേദശാസ്ത്രങ്ങളും പുരാണ ഇതിഹാസാദികളും ഗ്രഹിച്ചിട്ടുള്ള ഒരു വിദ്വാനും പ്രകൃത്യാ തന്നെ വിരക്തനും ഈശ്വരഭക്തനുമായിരുന്നു. ഐഹിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് അദ്ദേഹം കുറച്ചുകാലം ഈശ്വരനെ സേവിച്ചുകൊണ്ട് സ്വന്തം ഗൃഹത്തിൽ തന്നെ താമസിച്ചതിൻ്റെ ശേഷം അർത്ഥപുത്രമിത്ര കളത്രാദികളെ എല്ലാം ഉപേക്ഷിച്ച് വളരെ കാലം അന്യദേശങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ പോയി ഒടുവിൽ അദ്ദേഹം ഒരു വലിയ വനാന്തരത്തിൽ ചെന്ന് ചേർന്നു. അപ്പോഴേക്കും അദ്ദേഹം വിശപ്പും ദാഹവും കൊണ്ട് ഏറ്റവും പരവശനായി തീർന്നു. അതിനാൽ ഭക്ഷണപാനീയങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ആ വനാന്തരത്തിൽ ചുറ്റി സഞ്ചരിച്ചു. ആ സമയത്ത് ദൈവഗത്യ ഒരു മുനിവരാശ്രമം അദ്ദേഹം കണ്ടെത്തി. അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന മഹർഷി ശ്രേഷ്ഠൻ്റെ അടുക്കൽ ചെന്ന് തനിക്ക് വിശപ്പും ദാഹവും ദുസ്സഹമായി തീർന്നിരിക്കുന്നുവെന്നും അവയെ ശമിപ്പിക്കുന്നതിന് വല്ലതും തരണമെന്നും യാചിക്കുകയും ചെയ്തു. അത് കേട്ടപ്പോൾ ആ മഹർഷി ശ്രേഷ്ഠൻ ചില ഭക്ഷണ സാധനങ്ങളും മറ്റും കൊടുത്ത് ആ നമ്പൂരിയെ സംതൃപ്തനാക്കിയതിൻ്റെ ശേഷം അങ്ങ് ആരാണ്, എന്തിനായിട്ടാണ് ഇവിടെ വന്നത് എന്നും മറ്റും ചോദിച്ചു. അത് കേട്ടപ്പോൾ നമ്പൂരി പറഞ്ഞു, താനൊരു ബ്രാഹ്മണനാണെന്നും മറ്റുമുള്ള പരമാർത്ഥമെല്ലാം മഹർഷിയെ അങ്ങട് ഗ്രഹിപ്പിച്ചു. ഉടനെ മഹർഷി ചോദിച്ചു, അങ്ങ് വേദാധ്യായനം ചെയ്തിട്ടില്ലേ എന്ന് ചോദിച്ചു. ഉണ്ട് എന്ന് നമ്പൂരി പറഞ്ഞപ്പോൾ മഹർഷി പറഞ്ഞു, ഹേയ്, എന്നാൽ അങ്ങയ്ക്ക് വിശപ്പും ദാഹവും ബാധിക്കാൻ ഇടയുണ്ടാവില്ലല്ലോ. ആട്ടെ, വേദം മുഴുവനും അങ്ങ് പഠിച്ച പ്രകാരം ഒന്ന് ചൊല്ലിക്കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അത് കേട്ട് നമ്പൂരി വേദം മുഴുവനും താൻ പഠിച്ചിരുന്നത് പോലെ അങ്ങട് ചൊല്ലിക്കേൾപ്പിച്ചു. അത് കേട്ടപ്പോൾ മഹർഷി പറഞ്ഞു, ഹേയ്, ഇത് മുഴുവനും പിഴയാണ്. ഇതെല്ലാം മറന്നാൽ അങ്ങയ്ക്ക് ഞാൻ വേദം ഉപദേശിച്ചു തരാം. ഇത് മറക്കുന്നതിനായിട്ട് കുറച്ച് ദിവസം വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഉരുവിട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്രകാരം തന്നെ നമ്പൂരി വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഏതാനും ദിവസം വേദം ഉരുവിടുകയും അപ്പോഴേക്കും അദ്ദേഹം പഠിച്ചിരുന്നതെല്ലാം മറക്കുകയും ചെയ്തു. പിന്നെ ആ മഹർഷി ശ്രേഷ്ഠൻ വേദം ആദ്യം മുതൽ അവസാനം വരെ നമ്പൂരിക്ക് അങ്ങട് ഉപദേശിക്കുകയും വേദത്തിൽ ഇന്നിന്ന മന്ത്രങ്ങൾ ജപിച്ചാൽ വിശപ്പും ദാഹവും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. പിന്നെ നമ്പൂരി അപ്രകാരം വിശപ്പും ദാഹവും അടക്കിക്കൊണ്ടും വേദാഭ്യാസം ചെയ്തുകൊണ്ടും ആ മഹർഷിയുടെ അടുക്കൽ അങ്ങനെ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം 2 ദിവ്യ പുരുഷന്മാര് അവിടെ വരികയും മഹർഷിയെ കണ്ട് എന്തോ ചിലതെല്ലാം പറഞ്ഞു പോവുകയും ചെയ്തു. അവരും മഹർഷിയുമായി ഉണ്ടായ സംഭാഷണമെല്ലാം കേട്ടുവെങ്കിലും അത് മനുഷ്യഭാഷയിൽ അല്ലാത്തതുകൊണ്ട് നമ്പൂരിക്ക് കാര്യമൊന്നും അങ്ങോട്ട് മനസ്സിലായില്ല. അതിനാൽ അദ്ദേഹം മഹർഷിയോട് ആ വന്ന ദിവ്യ പുരുഷന്മാരാരായിരുന്നുവെന്നും അവർ പറഞ്ഞതെന്തായിരുന്നുവെന്നും മറ്റും ചോദിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, ആ ദിവ്യന്മാര് കൈലാസവാസികളായ 2 ശിവഭൂതങ്ങളാണ്. ഇന്ന് ശ്രീപാർവതിക്ക് സോമവാരവ്രതമായതുകൊണ്ട് കാൽ കഴുകി ചൂട്ടിന് ഞാൻ കൈലാസത്തിലേക്ക് ചെല്ലണമെന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് എന്ന് ആ ഋഷിവര്യൻ നമ്പൂരിയോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ തനിക്കും കൂടി കൈലാസത്തിൽ പോയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ആ നമ്പൂരിക്ക് വന്നു. ഉടനെ നമ്പൂരി തന്നെ കൂടി കൊണ്ടുപോകണമെന്ന് മഹർഷിയോട് അങ്ങട് അപേക്ഷിച്ചു. അത് കേട്ടപ്പോൾ മഹർഷി പറഞ്ഞു, ഹേയ്, അത് പറ്റില്ല. അങ്ങ് അതിനിപ്പോ അങ്ങട് ശക്തനായിട്ടില്ല. ഇവിടെ താമസിച്ചാൽ കുറച്ചു കാലം കൂടി കഴിയുമ്പോൾ അങ്ങും ഒരു പക്ഷേ അതിന് ശക്തനായി തീരുമായിരിക്കാം. അപ്പോൾ മാത്രം അതിനായിട്ട് ആഗ്രഹിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതൊന്നും സമ്മതിക്കാതെ നമ്പൂരി പിന്നെയും അങ്ങട് നിർബന്ധം പിടിച്ചു. ഒടുവിൽ മഹർഷി നമ്പൂരിയുടെ ഇഷ്ടം പോലെ ചെയ്യാമെന്ന് അങ്ങട് സമ്മതിച്ചു.
പക്ഷേ ഒരു കാര്യം ഞാൻ നമ്പൂരിയോട് പറയാം. കൈലാസത്തിൽ ചെന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുവോ വല്ലതും സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. എന്ന് മാത്രമല്ല, ഒന്നും ആരോടും മിണ്ടാതെ തല കുമ്പിട്ട് നിലത്തു തന്നെ നോക്കിക്കൊണ്ട് ഇരുന്നു കൊള്ളുകയും വേണം എന്നൊക്കെ മഹർഷി ആ നമ്പൂരിയോട് പറഞ്ഞു. അങ്ങനെ പോകാനുള്ള സമയമായപ്പോ മഹർഷി തൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ നമ്പൂരിയോട് പറഞ്ഞു. അത് കേട്ട ഉടനെ നമ്പൂരി അപ്രകാരം ചെയ്യുകയും അരനിമിഷം കൊണ്ട് രണ്ടുപേരും കൈലാസത്തിൽ എത്തുകയും ചെയ്തു. ആ സമയത്ത് കൈലാസത്തിൽ കാൽ കഴുകിച്ചൂട്ടിനായി അവിടെ അസംഖ്യം മഹർഷിമാര് എത്തിയിട്ടുണ്ടായിരുന്നു. അവരെയൊക്കെ കാൽ കഴുകിച്ചത് സാക്ഷാൽ ശ്രീപരമേശ്വരനായിരുന്നു. ആ കൂട്ടത്തിൽ പറങ്ങോട്ടു നമ്പൂരിയെയും ഭഗവാൻ കാൽ കഴുകിച്ചു. ഉടനെ എല്ലാവരും ഉണ്ണാനിരുന്നു. അപ്പോഴേക്കും അവർക്ക് കുടിക്കുനീർ വീഴ്ത്താനായി ശ്രീപാർവതിയുടെ പുറപ്പാടായി. ദേവിയുടെ കാൽച്ചിലമ്പിൻ്റെ മഞ്ജുളനാദം കേട്ടു തുടങ്ങിയപ്പോൾ തന്നെ നമ്പൂരിയുടെ മനസ്സ് അങ്ങട് ഇളകിത്തുടങ്ങി. ശ്രീപാർവതി ഓരോരുത്തോർക്കും മുറയ്ക്ക് കുടിക്കുനീർ വീഴ്ത്തി വന്നു. അങ്ങനെ ക്രമേണ നമ്പൂരിയുടെ അടുക്കലും ശ്രീപാർവതി വന്നു ചേർന്നു. അദ്ദേഹത്തിന് കുടുക്കുനീർ വീഴ്ത്തിയ സമയം അദ്ദേഹം കുനിഞ്ഞിരിക്കുകയായിരുന്നു. എങ്കിലും ശ്രീപാർവതിയുടെ പാദങ്ങൾ അദ്ദേഹം സ്പഷ്ടമായി കണ്ടു. ഈ പാദങ്ങൾ തന്നെ ഇത്ര മനോഹരങ്ങളായിരിക്കുന്ന സ്ഥിതിക്ക് ഈ ദേവിയുടെ മുഖം എത്രമാത്രം സുന്ദരമായിരിക്കും. എന്തൊക്കെ ആയാലും അതൊന്ന് കാണാതെ കഴിയില്ല എന്ന് വിചാരിച്ച് നമ്പൂരി പതുക്കെ ഒന്ന് തല ഉയർത്താൻ ഭാവിച്ചു. ആ സമയത്ത് ദേവിയുടെ സമീപത്ത് നിന്നിരുന്ന നന്ദികേശ്വരന്റെ ഒരു ഹുങ്കാരം കേൾക്കപ്പെട്ടു. അത് കേട്ട ഉടനെ നമ്പൂരി ബോധരഹിതനായി അവിടെ നിന്ന് അങ്ങോട്ട് തെറിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായപ്പോ നമ്പൂരിക്ക് ബോധം വീണു. അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയപ്പോൾ താൻ കിടക്കുന്നത് ഒരു കുളത്തിലാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എങ്കിലും ആ ദേശം ഏതാണെന്നും മറ്റും അദ്ദേഹത്തിന് അറിയാൻ പാടില്ലായിരുന്നു. ആ സമയത്ത് ഒരു വൃഷലി ചില പാത്രങ്ങൾ തേച്ചു മുക്കുന്നതിനായി ആ കുളത്തിൽ വന്നു. ഉടനെ നമ്പൂരി അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ആ കുളം പൂമുള്ളി മനക്കല വകയാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്പൂരി അവിടെ ഇതിനു മുമ്പ് പലപ്പോഴായി പോയിരുന്നതുകൊണ്ട് ആ പാത്രം തേപ്പുകാരി പറഞ്ഞത് വാസ്തവം തന്നെയാണെന്ന് നമ്പൂരിക്ക് അങ്ങോട്ട് മനസ്സിലായി. പക്ഷേ അവിടെ വന്ന് വീണിട്ടുള്ള ആ വീഴ്ചയിൽ നമ്പൂരിക്ക് സന്ധിബന്ധങ്ങളെല്ലാം തളർന്നിരുന്നു. എങ്കിലും അദ്ദേഹം ഒരുവിധം അവിടെ നിന്ന് കരയ്ക്ക് കയറി. ആ സമയത്ത് പൂമുള്ളി മനക്കൽ അതികലശലായി ഒരു കരച്ചിലും പിഴിച്ചിലും അലയും മുറയുമെല്ലാം കേട്ടപ്പോൾ നമ്പൂരി അതിൻ്റെ കാരണം എന്താണെന്ന് ആ വൃഷലിയോട് വീണ്ടും ചോദിച്ചു. അത് കേട്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അത് മനക്കലെ വലിയ തിരുമനസ്സിലേക്ക് വളരെ മോഹിച്ചുണ്ടായ ഒരു ഏകപുത്രൻ ഇന്നലെ രാത്രിയിൽ പെട്ടെന്നുണ്ടായ എന്തോ ഒരു സുഖക്കേട് നിമിത്തം അങ്ങട് മരിച്ചുപോയി. ആ തങ്കക്കട്ട പോലെ ഇരുന്ന ഓമനക്കുട്ടന് 3 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അതിൻ്റെ ശവം ഇപ്പോ ദഹിപ്പിക്കാനെടുത്തുകൊണ്ട് പോവുകയാണ്. അതിൻ്റെ കോലാഹലാണ് ഈ കേൾക്കണത് എന്ന് പറഞ്ഞു. ഇത് കേട്ട മാത്രയിൽ നമ്പൂരി മനക്കലേക്ക് വേഗം ഓടിച്ചെന്നു. ആ സമയത്ത് വലിയ നമ്പൂരിപ്പാട്ടീന്ന് തൻ്റെ ഏകപുത്രൻ്റെ മൃതശരീരം ദഹിപ്പിക്കാനായി എടുത്ത് ചിതയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അത് കണ്ട ഉടനെ നമ്മുടെ നമ്പൂരി ഉണ്ണിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, ഹേയ്, അവിടുന്ന് ഒട്ടും വ്യസനിക്കണ്ട. ഉണ്ണിയെ ഞാനിപ്പോൾ അങ്ങട് ജീവിപ്പിച്ച് തരാം. എന്തായാലും ഉണ്ണിയെ അവിടെ അങ്ങട് കിടത്തുക എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഉണ്ണിയുടെ അച്ഛൻ നമ്പൂരിപ്പാട്ടിലേക്ക് ഒട്ടും അങ്ങട് വിശ്വാസമുണ്ടായില്ല. എങ്കിലും മോഹാധിക്യം നിമിത്തം ആ മൃതശരീരത്തെ അവിടെ കിടത്തി. നമ്പൂരി ഉടനെ കുറച്ച് വെള്ളം കയ്യിലെടുത്ത് കണ്ണടച്ച് എന്തോ ഒരു മന്ത്രം ജപിച്ച് ഉണ്ണിയുടെ മുഖത്ത് അങ്ങട് തളിച്ചു. എന്തിനധികം പറയണു, ഉണ്ണി ഉടനെ അങ്ങട് കണ്ണു തുറന്നു. ഉടനെ നമ്പൂരി പിന്നെയും 2 പ്രാവശ്യം കൂടി
വെള്ളം ജപിച്ചു തളിച്ചു. അപ്പോ മരിച്ചു കിടന്നിരുന്ന ഉണ്ണി സ്വസ്ഥ ശരീരനായി എണീറ്റ് അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് നമ്പൂരിപ്പാട്ടിലെ അടുക്കലേക്ക് ചെന്നു. അത് കണ്ടപ്പോ നമ്പൂരിപ്പാട്ടിലേക്കും അവിടെ കൂടിയിരുന്ന ജനങ്ങൾക്കും മറ്റുമുണ്ടായ സന്തോഷവും അത്ഭുതവും എത്രമാത്രമാണെന്ന് പറയാൻ പ്രയാസ. ഈ നമ്മുടെ നായകനായ പറങ്ങോട്ട് നമ്പൂരിയെ ഈ ഉണ്ണിയുടെ അച്ഛൻ നമ്പൂരിപ്പാട്ടിലേക്ക് പരിചിതനായിരുന്നു. പക്ഷേ മുടിയും താടിയുമൊക്കെ ധരിച്ചും മരവുരി ഉടുത്തുമൊക്കെ കണ്ടപ്പോ അദ്ദേഹം ഇന്ന ആളാണെന്ന് ഉണ്ണിയുടെ അച്ഛൻ നമ്പൂരിപ്പാട്ടിലേക്ക് തൽക്കാലം അങ്ങോട്ട് മനസ്സിലായില്ല. പിന്നീട് അച്ഛൻ നമ്പൂരിപ്പാട്ടിന്ന് വിസ്തരിച്ച് ചോദിച്ചപ്പോഴാണ് നമ്പൂരി തൻ്റെ ചരിത്രങ്ങളെല്ലാം ഉണ്ണിയുടെ അച്ഛൻ നമ്പൂരിപ്പാടിനെ ഗ്രഹിപ്പിച്ചത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛൻ നമ്പൂരിപ്പാട്ടിലേക്ക് നമ്പൂരിയുടെ മുഖച്ഛായ ഓർമ്മ വരികയും അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുകയും ചെയ്തു. ഈ പറങ്ങോട്ട് നമ്പൂരിക്ക് ആഭിജാത്യം സ്വൽപ്പം കുറവായിരുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ യോഗ്യതയും ദിവ്യത്വവും വിചാരിച്ച് ഉണ്ണിയുടെ അച്ഛൻ നമ്പൂരിപ്പാട്ടിന്ന് പിന്നീട് അദ്ദേഹത്തിനെ തൻ്റെ പുരോഹിത സ്ഥാനം കൊടുത്ത് ഉണ്ണിയുടെ അച്ഛൻ നമ്പൂരിപ്പാടിൻ്റെ കൂടെ തന്നെ ആജീവനാന്തം അങ്ങട് താമസിപ്പിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് പറങ്ങോട്ട് നമ്പൂരിയുടെ ആ രസകരമായ ചെറിയ കഥ ഞാൻ ഇവിടെ നിർത്തുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.